ലൈവിൽ ഒരു അടിപൊളി ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ. അഭിഷേക് ശ്രീകുമാർ പറയുന്നത് ജാസ്മിനും ഗബ്രിയും മുമ്പേ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ളത്. അത് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ അഭിഷേക് ശ്രീകുമാർ ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും ഇവർ പ്ലാൻ ചെയ്തത് ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ്. മുന്നത്തെ സീസണിൽ നിന്ന് ഇൻസ്പയർഡ് ആയി ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി. ഈ മൂന്നാമൻ ആരാണ് എന്ന് അഭിഷേക് ശ്രീകുമാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ വീട്ടിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് അത്. പിന്നീട് അത് പൊട്ടിപ്പോയപ്പോഴാണ് ഇവർ തമ്മിലുള്ള ഈ ലവ് സ്ട്രാറ്റജി വന്നത് എന്നാണ് അഭിഷേക് ശ്രീകുമാർ അഭിപ്രായപ്പെടുന്നത്. ഇങ്ങനെയൊരു ടോക്ക് നടക്കുന്നത് അഭിഷേക് ശ്രീകുമാർ, നോറ എന്നിവരുടെ ഇടയിലാണ്. ഇടയിൽ ഋഷിയും അൻസിബയും ഒക്കെ വന്നു പോകുന്നുണ്ട്. ഇവരുടെ ഇടയിലേക്ക് രശ്മിനെ നോറ പോയി വിളിച്ചുകൊണ്ടുവന്നു. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ രശ്മിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, നീയും ഈ ഡേർട്ടി ഗെയിമിന്റെ ഒരു ഭാഗമായി പോയി എന്നുള്ള കാര്യം. അപ്പോൾ രശ്മിൻ വളരെയധികം മൂഡ് ഓഫ് ആവുകയും കരയാനും തുടങ്ങി. അതെന്തിനാണ് രശ്മിൻ കരഞ്ഞത് എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായില്ല. കാരണം അവിടെ രശ്മിൻ ഒരു വാക്ക് പോലും പിന്നീട് പറയുന്നില്ല. എൻ്റെ ഒരു ഊഹപ്രകാരം 2 കാരണങ്ങൾ കൊണ്ടായിരിക്കും രശ്മിൻ കരഞ്ഞത്. ഒന്നെങ്കിൽ രശ്മിനും ഇവരുടെ ഈ പ്ലാനിനെ പറ്റി മുന്നേ അറിയാം, അതിപ്പോ എല്ലാവരും അറിഞ്ഞു എന്നതിന്റെ ഒരു സംഭവമായിരിക്കാം. അതുമല്ലെങ്കിൽ രശ്മിന് ഈ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് എന്നെ ചതിച്ചു, ഞാൻ അവരെ ഇത്രയധികം വിശ്വസിച്ചിട്ടും അവർ രണ്ടുപേരും എന്നെ ചതിക്കുകയായിരുന്നു എന്നതിന്റെ സങ്കടവും ആകാം. ഇവിടെ എന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം, ഇത്രയ്ക്ക് കണ്ടന്റ് വാല്യൂ ഉള്ള ഒരു സംഭവം അവിടെ അരങ്ങേറുമ്പോൾ മറ്റുള്ളവരിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ആറ്റിറ്റ്യൂഡാണ്. ഇതിപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഷോയുടെ എത്തിക്സിന് അത് എതിരെയാണ് എന്നതുകൊണ്ട് ഇവരെയൊക്കെ പുറത്താക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തരുത് എന്നുള്ള ഒരു ഹിഡൻ അജണ്ട ബിഗ് ബോസിന് ഉണ്ടോ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ട്. നിലവിൽ ഇങ്ങനെ ഒരു കാര്യം അറിയാവുന്ന ആളുകൾ അഭിഷേക് ശ്രീകുമാർ, നോറ, അൻസിബ, മുടിയൻ, അതുപോലെ തന്നെ രശ്മിൻ, സായ് കൃഷ്ണ, സിജോ എന്നിവരാണ്.